സാധാരണ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഇത് AKG ഭവൻ ചെയ്യാനാണ് ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. ഒന്ന്, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്കാകെ ആശ്രയിക്കാവുന്ന വിശാലമായിട്ടുള്ള ലൈബ്രറി, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെയും ലോകത്തൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതെല്ലാം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ചരിത്ര ഗാലറി ഇവിടുത്തെ പ്രധാന ഹാളിനോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ 10.25 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ AKG ഭവൻ യഥാർത്ഥത്തിൽ ആ സ്ഥലപരിമിതിക്ക് എല്ലാം അപ്പുറം വളരെ വിശാലമായിട്ടൊരു സ്പേസായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് ഈ ലൈബ്രറി ഏരിയ. ഈ ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് 2 ഭാഗമായിട്ട്. ഒന്ന്, ഈ നമ്മൾ കയറി വരുന്ന ഭാഗത്തുള്ള വിശാലമായിട്ടുള്ള ഈ ലോഞ്ച്, ബുക്ക് ഷെൽഫിൻ്റെ പിറകുവശത്തായി കിടക്കുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. അവിടെയാണ് കൂടുതലും ആളുകൾ വായിക്കാനും എഴുതാനൊക്കെ ആയിട്ട് പോയിട്ടിരിക്കുന്നത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടെ കൂടെ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും വരുന്നില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാമിന് ഉള്ള ആൾക്കാരാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മൊത്തം ഒരു കടിഞ്ഞാൻ പിടിക്കാനുള്ള ഒരു ഓഫീസ് സ്പേസാണ് താഴെയുള്ളത്. പിന്നെ ഒരു കിച്ചൺ, ബാക്കിയെല്ലാം ഈ പബ്ലിക് സ്പേസാണ്. ഇതിൻ്റെ മുകളിലാണ് പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം 2 നിലകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ ആവശ്യമായ ഹാളും, പിന്നെ താമസിക്കാനുള്ള ബെഡ്റൂം, അതുപോലെ ഓഫീസ് സ്പേസ്, അതുപോലെ മീറ്റിങ്ങുകൾ ചേരാനുള്ള ഹാളുകൾ, ഇതെല്ലാം മുകളിലുണ്ട്. പക്ഷേ ഈ സ്പേസ് എല്ലാം തന്നെ നമുക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത് ഇവിടെ നിർമ്മാണത്തിന് അവലംബിച്ച, അല്ലെങ്കിൽ ഇതിൻ്റെ രൂപകൽപ്പനയിലും അതിൻ്റെ നിർമ്മാണത്തിനും അവലംബിച്ച രീതി കൊണ്ടാണ്, അതിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. പക്ഷേ ഇവിടെ എയർ കണ്ടീഷനിങ് ഇല്ല. ആ എയർ കണ്ടീഷൻ്റെ പിന്നെ അതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള എയർ കണ്ടീഷൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് ഇവിടെ റൂഫിലും അതുപോലെ ഭിത്തികൾക്കൊക്കെ ഉപയോഗിച്ചുള്ള ക്ലേ ജാളികളാണ്. അത് ഒന്ന് ഒരു ചൂടിനെ പ്രതിരോധിക്കുന്നു. നട്ടുച്ച നേരത്ത് പോലും പൊതുവെ ഒരു അല്പം തണുപ്പുള്ള ഒരു അന്തരീക്ഷം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ജാളിയുടെ ഉപയോഗം കൊണ്ട് ഈ നിഴലും വെളിച്ചവും ഇടകലർന്ന് ഇങ്ങനെ സൂര്യൻ്റെ സഞ്ചാരപഥത്തിനനുസരിച്ച് അതിങ്ങനെ മാറി മാറി ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒന്നുണ്ട്. അത് വല്ലാത്തൊരു ഫീൽ ഇതിനകത്ത് പലയിടങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇതൊരു കെട്ടിടം എന്നതിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ ക്രിയേറ്റീവ് സ്പേസാണ്.